വെക്കാൻ വേണ്ടിയുള്ള മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ അരിഞ്ഞ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 7 മീനാണ്. 7 മീനിന് വേണ്ടിയാണെങ്കിൽ ബേക്കറി ഷെഫായി പോയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കുഴപ്പം വരുന്നത്. എല്ലാത്തിനും ഗ്രാമിൻ്റെ കണക്ക് പറഞ്ഞു. 7 മീനെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 780-900 ഗ്രാമിനടുത്ത് വരുന്നുണ്ട്. അത് പിന്നെയെന്ന് പറഞ്ഞാൽ സവോള ഞാൻ എടുത്തേക്കെന്ന് വെച്ചിട്ട് 40 ഗ്രാം സവോള, 8 ഗ്രാം ഇഞ്ചി, അതിന് 13 ഗ്രാം വെളുത്തുള്ളി, 4 പച്ചമുളക് എടുത്തേക്കുന്ന 8 ഗ്രാം വരും, പിന്നെ 1 ഗ്രാം കരിവേപ്പില. ഇത് മീൻകറി എന്ന് വെക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വൈഫ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ മീൻകറി വെച്ചേക്കാമല്ലോ. അപ്പോൾ തിളയ്ക്കുന്ന മുതൽ ബാക്കി ഇടുന്നതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ ഇടാവേ. അറിയത്തില്ല, ഞാനങ്ങനെ വീഡിയോ ആയിട്ട് ഇടുന്നവരെ എല്ലാം 1 മിനിറ്റിനകത്ത് നിൽക്കുന്ന പാട്ട് വെച്ചിടാൻ പറ്റുന്ന സ്ക്രീൻഷോട്ടുണ്ട്. ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അത് വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ വിചാരിക്കും. ചട്ടി ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ വീഴും. മറന്നുപോയി കാണിക്കാൻ വേണ്ടി കടുകും ഉലുവയും എടുത്തു വെച്ചിട്ടുണ്ട്. കുടംപുളി ഒരു 4 പീസ് എന്ന് പറയുമ്പോൾ ഒരു 8-9 ഗ്രാം വരുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. കൈക്കണക്ക് പരിപാടി ആയതുകൊണ്ട് നിങ്ങളുടെ അളവ് ഞാൻ പറയുന്നില്ലേ, ഞാൻ ആർക്കും പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആരും ചെയ്യാത്തൊരു കാര്യമല്ല മീൻകറി. ഇത് എൻ്റെ ഒരു മീൻകറി. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ടു. എൻ്റെ ഒരു അളവ് വെച്ചിട്ട് 3 ഗ്രാം കടുകുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഉലുവ ആഡ് കൊടുക്കാം. ഉലുവ ഒരു 2 ഗ്രാം മതി. ഇത്രയും മതിയാവും. കൂട്ടിയിട്ട് കയ്പുണ്ടാക്കണ്ടല്ലോ, സമയം വെട്ടിക്കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും ആദ്യം വെക്കാം. ഇഞ്ചി ആഡ് ചെയ്യാം. കൂടെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം. ആ പച്ചച്ചോയൊന്ന് മാറിയാൽ മതി, ഒരുപാട് മൂപ്പിക്കണ്ട. കപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് പുഴയ്ക്കാനുള്ള പരിപാടി നോക്കാം. കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ട് നമ്മൾ സവോള അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാടാൻ വേണ്ടി അത് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 ഗ്രാമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് വാടാൻ വേണ്ടി നോക്കാം. ഒന്ന് വാടട്ടെ. ഇത് അമ്മ പഠിപ്പിച്ച രീതിയായി മറന്നുപോയി ആദ്യം പറയാൻ വേണ്ടി. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ 15 ഗ്രാമാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ 2 ഗ്രാമിനടുത്തേ വരുന്നുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുവേ. എന്നിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ സാധാ മീൻകറി ചേർക്കുന്നത്. ഇന്ന് വിട്ടുപോയി, വീഡിയോ എടുക്കുന്ന ടൈമാണ് വിട്ടുപോയി. അപ്പോൾ നമുക്കൊന്ന് മൂപ്പിക്കാവേ. തീ കുറച്ച് വെച്ച് മൂപ്പിച്ചാൽ അത് കരിഞ്ഞ് മീൻകറി വെക്കുമ്പോൾ കുറച്ചോ പോലെ ഉണ്ടാവും. തീ ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത്. നന്നായിട്ട് മൂക്കുമ്പോൾ അറിയാൻ പറ്റും. വീട്ടിൽ ചെയ്ത് നോക്കുന്ന ആൾക്കാരെ ചെയ്ത് നോക്കുന്ന ആൾക്കാർ നന്നായിട്ട് മൂക്കിലേക്ക് ഒരു മണം അടിക്കും. നിൽക്കുന്നിടത്തൊന്നും ചുമക്കേണ്ട അവസ്ഥയിലേക്ക്. അത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, ഞാനത് മൂക്കുന്നത് മാത്രമേ. സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മൂത്ത് ഇഷ്ടമാണ്, അത് പറയാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച മസാല ചേർക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നന്നായിട്ട്
തക്കാളി വെച്ചിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അമ്മ പറഞ്ഞു കേട്ടത്, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാതെ, പിന്നെ ഒന്ന് കുറുകുമ്പോഴത്തേക്ക് നമ്മൾ കുടംപുളി ആഡ് ചെയ്യുന്നു, മീൻ ആഡ് ചെയ്യും, തിളപ്പിച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിള വരുമ്പോഴത്തേക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. കുടംപുളി ചേർക്കുന്നതിന് മുമ്പ് തന്നെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ രണ്ടാമത് ചേർക്കുന്നു പറഞ്ഞാൽ ഒരു 4 ഗ്രാം ഉപ്പാണ്. 7 മീൻ ആ ചാറിന് വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് കറി നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ കുടംപുളി ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 7 മീൻ ഒരു 4 പീസ് കുടംപുളി എടുത്തേക്കുന്നത്. ഇനി ഒന്നുകൂടെ തിളയ്ക്കട്ടെ. ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ചാറ് കണ്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനിയും കഷ്ണം ഇട്ട് കൊടുക്കാം. തലക്കഷ്ണം എനിക്കും വാലിന്റെ ഭാഗം എൻ്റെ വൈഫും. ഓക്കെ, സെറ്റല്ലേ? അടച്ചു വെച്ച് വേവിക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുറന്ന് തന്നെ വെച്ച് വേവിക്കുകയാണ്. പിന്നെ കുറച്ച് പഞ്ഞിലുണ്ട് മീൻമുട്ട, അതും അവള് കഴിക്കില്ല, അതും എനിക്ക്. ലോട്ടറി കൂടുതൽ എനിക്ക് തന്നെ. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. കപ്പ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സവോളയും കുറച്ച് കരിയാപ്പിലാണ് ചേർത്തിട്ടുണ്ട്, എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ നന്നായിട്ട് നല്ല പൊടിയുള്ള കപ്പയായിരുന്നു, നല്ല മലബാറി കപ്പ റോസണായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതായതുകൊണ്ട് ഇത് വെച്ചിട്ട് കുഴച്ചപ്പോൾ തന്നെ നല്ല നെയ്യ് പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. കപ്പ റെഡി ആയിട്ടുണ്ട്. മീൻകറി ആയി കഴിഞ്ഞാൽ മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പുളിയും കാര്യങ്ങളും എല്ലാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞിട്ട് അതിനെ 6 പീസാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തക്കാളി ഭയങ്കര 11 ഗ്രാം ഉണ്ട് തക്കാളി. അപ്പോൾ ഗ്രാമേജിന്റെ കാര്യമൊന്നും ആരും മാറുകയുണ്ട്. ഗ്രാം നോക്കി തന്നെ എല്ലാവരും മീൻകറി ഉണ്ടാക്കി പഠിക്കുക. സ്പൂൺ കണക്ക് എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എനിക്ക് ഈ നന്നായിട്ട് കുറയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ മീൻകറി ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വിഭവമായിട്ട് കാണാം.